കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് 10 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന യൂണിയന്റെ അപേക്ഷയിന്മേലുള്ള സസ്പെൻഡ് ചെയ്ത അനിൽകുമാറിന്റെ ശുപാർശ VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിരാകരിച്ചു. വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യമുള്ളതുകൊണ്ട് ബന്ധപ്പെട്ട ഫയൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പന്റെ ശുപാർശയോടെ അടിയന്തരമായി അയക്കാൻ VC ഉത്തരവിട്ടു. യൂണിയൻ ഫണ്ട് അനുവദിക്കുന്നത് ബോധപൂർവം വൈകിക്കുക എന്ന ഉദ്ദേശമാണ് നിയമാനുസരണം ഫയൽ അയക്കാൻ തയ്യാറാകാത്തതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. സസ്പെൻഡ് ചെയ്തുവെങ്കിലും അനിൽകുമാർ ദിവസവും സർവകലാശാലയിൽ ഹാജരാകുന്നുണ്ട്. അനിൽകുമാർ അംഗീകരിക്കുന്ന ഫയലുകളിന്മേൽ നടപടി സ്വീകരിക്കരുതെന്നും ഫയലുകൾ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്ലാനിംഗ് ഡയറക്ടറുടെ അംഗീകാരം ഇല്ലാതെ മേൽ നടപടികൾ സ്വീകരിക്കുന്നത് ഗൌരവപൂർവ്വം കണക്കാക്കുമെന്നും എല്ലാ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർക്കും VC മുന്നറിയിപ്പ് നൽകി. അതേസമയം സിൻഡിക്കേറ്റ് യോഗം ഉടൻ ചേരണമെന്ന ഇടത് അംഗങ്ങളുടെ ആവശ്യം VC തള്ളി. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് 6(1) പ്രകാരം 2 മാസം കൂടുമ്പോഴോ VCയുടെ യുക്താനുസരണമോ യോഗം ചേരണമെന്നാണ് വ്യവസ്ഥ. വിശേഷാൽ സിൻഡിക്കേറ്റ് യോഗമെന്ന് യൂണിവേഴ്സിറ്റി ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ജൂലൈ 6-ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നതുകൊണ്ട് സെപ്റ്റംബർ 6-ന് മുൻപ് ചട്ടപ്രകാരം അടുത്ത സിൻഡിക്കേറ്റ് യോഗം ചേർന്നാൽ മതിയാകും. സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഓഫീസിൽ അനധികൃതമായി ഹാജരാകുന്നത് ഒഴിവായാൽ മാത്രമേ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമെന്ന നിലപാടിലാണ് VC. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന പ്ലാനിംഗ് ഡയറക്ടർ മുഖേന വരുന്ന ഫയലുകളിൽ VC തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. രജിസ്ട്രാറുടെ ഫയൽ ലിങ്ക് മാറ്റി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും ചില സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടൽ മൂലം ലിങ്കിന്റെ പാസ്വേഡ് സൂക്ഷിക്കുന്ന നോഡൽ ഉദ്യോഗസ്ഥർ ലിങ്ക് മാറ്റി നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനിടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതായ അനധികൃത സിൻഡിക്കേറ്റ് യോഗ മിനിറ്റ്സിന് പകരം അനിൽകുമാറിന്റെ സസ്പെൻഷൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടും ബഹളം മൂലം സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടുകൊണ്ടുമുള്ള VCയുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സിസ തോമസ് ഒപ്പുവെച്ച മിനിറ്റ്സ് ഇന്ന് ഓഫീസ് ബ്രാഞ്ചുകൾക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും VCയുടെ ഓഫീസിൽ നിന്നും ഇമെയിലായി അയച്ചിട്ടുണ്ട്.